നമ്മുടെ നാട്ടിൽ ഷിംബ്രോ കോമൺലി ഒരു നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിൽ ഓൾറെഡി നമുക്കറിയാം ഒരു മിനിമം പാക്കേജ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ആളുകളും പുറത്തേക്ക് എങ്ങനെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനെന്നുള്ളൊരു ലക്ഷ്യത്തോടെ നടക്കുന്ന ആളുകളാണ്. അതിലധികം ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും US, UK, ഓസ്ട്രേലിയ. സോ ഇതിലേറ്റവും ബെസ്റ്റ് ഇന്നത്തെ സമയത്ത് ഏത് കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ് ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്ന് പറയും. കാരണം നേരത്തെ ഒരു 2 വർഷം മുന്നേ ഉള്ള കേസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്നത് UK ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, അയർലാൻഡ്, കാനഡ അങ്ങോട്ടൊക്കെയാണ് നഴ്സസ് മൈഗ്രേറ്റ് ചെയ്തിരുന്നത്. അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അവിടുത്തെ പ്രോസസ്സ് കുറച്ചും കൂടി സിമ്പിളായിരുന്നു. ബട്ട് ആഫ്റ്റർ കോവിഡ് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഹെൽത്ത് കെയർ സെക്ടറിൽ കൂടുതലായിട്ട് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അവർ കൊണ്ടുവരുന്നത്. ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളാണ്. നമ്മൾ ആക്ച്വലി വെൽ അപ്ഡേറ്റഡ് ആണ്. ഈവൻ അവിടെയുള്ള ആൾക്കാർ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചേഞ്ചസും നമ്മൾ അറിയാം. എന്നിട്ട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് ന്യൂസ് അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊരു ടീം തന്നെയുണ്ട്, ഒരു പ്രോസസ് ഡെവലപ്മെൻറ്റിനും R&Dക്ക് വേണ്ടി ടീം തന്നെയുണ്ട്, പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സോ വെൽ അപ്ഡേറ്റഡ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവ്സ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഓക്കെ, ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ നെക്സ്റ്റ് 5 yearsലോട്ട് അവർ ഒരു ക്ലോസ് ടു $650 billion ആണ്, ഓസ്ട്രേലിയൻ $1 ആണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ. തന്നെ ഈ വർഷം 42 billion ആണ്